കിനിയിൽ വാഹനാപകടത്തിൽ മരിച്ച പാലക്കാട് സ്വദേശികളായ അമ്മയുടെയും മകളുടെയും മൃതദേഹം ഇപ്പോൾ നാട്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിലേക്ക് എത്തിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. 5 പേരാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെടുന്നത്. കാഞ്ഞിരമ്പാറ മണ്ണൂർ കാഞ്ഞിരമ്പാറ ഋഷിവില്ലയിൽ റിയ ആൻ ഒപ്പം മകൾ ടൈറ എന്നിവരാണ് ഈ അപകടത്തിൽ മരണപ്പെടുന്നത്. ആ കുടുംബനാഥനും മകനും അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ഈ 2 പേരുടെയും മൃതദേഹമാണിപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ സങ്കട കാഴ്ച. ഇന്ന് രാവിലെയാണ് പുലർച്ചെ മൃതദേഹം കൊച്ചിയിൽ എത്തിച്ചിരുന്നു. മൂവാറ്റുപുഴ, മാവേലിക്കര, പാലക്കാട് സ്വദേശികളായിരുന്നു ഈ അപകടത്തിൽ മരണപ്പെടുന്നത്. 2 കുട്ടികളും സ്ത്രീയും അപകടത്തിൽ പെട്ടു. അങ്ങനെ വിമാനത്താവളത്തിൽ അതിവൈകാരികമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. മൃതദേഹം സ്വീകരിക്കുന്നത് ഇപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. അമ്മയുടെയും മകളുടെയും മൃതദേഹമാണ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അങ്ങേയറ്റത്തെ സങ്കട കാഴ്ചയാണ്. 7 വയസ്സുകാരിയ മകൾ ടൈറ ഒപ്പം റിയ 41 വയസ്സുകാരിയാണ്. ഇവരുടെ റിയയുടെ ഭർത്താവും മകനും അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. ഇവർ നടത്തിവന്ന ടൂറുമായി ബന്ധപ്പെട്ട് ഇവർ തന്നെയായിരുന്നു പ്ലാനിംഗ് ഒക്കെ നടത്തുകയും ഈ ടൂർ ഓപ്പറേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. അങ്ങനെയാണ് ഈ അപകടത്തിൽ കെനിയയിൽ വെച്ചുണ്ടായ അപകടത്തിൽ നിരവധി മലയാളികൾ ഉൾപ്പെടെ ഈ അപകടത്തിൽ പെടുന്നത്. 14 മലയാളികളാണ് ഈ അപകടത്തിൽ ഉൾപ്പെട്ടത്. 5 പേർ മരണപ്പെട്ടു എന്ന സങ്കടകരമായ വിവരമാണ് നമ്മൾ ഒരാഴ്ചയോളം അടുക്കുകയാണ് ഈ അപകടം നടന്നിട്ട്. അതിനുശേഷമാണ് മൃതദേഹങ്ങൾ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം ഇന്നിപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ പാലക്കാട് സ്വദേശികളായ 2 പേരുടെ മൃതദേഹം ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു. പാലക്കാട് മണ്ണൂർ കാഞ്ഞിരമ്പാറ ഋഷിവില്ലയിൽ റിയ ആനും മകൾ ടൈറ എന്നിവരുടെ മൃതദേഹമാണ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റത്തെ സങ്കട കാഴ്ചയാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടൊക്കെ തന്നെ ഖത്തറിലേക്ക് പോയ ഒരു കുടുംബമാണ്. ഖത്തറിൽ നിന്നും എല്ലാ വർഷവും അവധിക്കാലങ്ങളിൽ ഇത്തരത്തിൽ ടൂർ പോകാറുണ്ട്. ടൂർ ഓപ്പറേറ്റർ കൂടിയാണ് ഈ മരിച്ച റിയയുടെ ഭർത്താവ്. അങ്ങനെ പോവുകയായിരുന്നു. മലയാളികൾ എല്ലാവരും ചേർന്ന് വിവിധ ഇടങ്ങളിലുള്ള ആളുകളെല്ലാവരും ചേർന്ന് ആ ടൂറ് പോകുകയായിരുന്നു കെനിയയിലേക്ക്. അങ്ങനെ ആ പോയ ബസ്സാണ് അപകടത്തിൽ പെടുന്നത്. അങ്ങനെ മലയാളികൾ ഉൾപ്പെടെ 5 പേർ, തിരുവനന്തപുരം സ്വദേശികൾ ഉൾപ്പെടെ 5 പേരാണിപ്പോൾ അവരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് കൊണ്ടുവന്നത്. ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മൃതദേഹം എത്തിച്ച ശേഷം അവിടെ നിന്നും ബന്ധുക്കളുടെ നേതൃത്വത്തിൽ വലിയ സങ്കടക്കടലായി മൃതദേഹങ്ങൾ ഏറ്റ് വാങ്ങുകയായിരുന്നു. അങ്ങേയറ്റത്തെ ദുഃഖകരമായ നിമിഷത്തിലാണ് ആ നാടും നാട്ടുകാരും ഒക്കെ തന്നെ ബന്ധുക്കളുമൊക്കെ ഉള്ളത്. 7 വയസ്സുകാരിയായ കുഞ്ഞ് മകളാണ് ടൈറ, ഒപ്പം 41 വയസ്സുകാരിയായ റിയ ആൻ. ഇവർ 2 പേരുടെയും മൃതദേഹമാണ് ഇപ്പോൾ പാലക്കാട് മണ്ണൂർ കാഞ്ഞിരമ്പാറ ഋഷിവില്ലയിൽ എത്തിച്ചിരിക്കുന്നത്. ഗോകുൽ VS ചേരുന്നുണ്ട്. ഗോകുൽ, അങ്ങേയറ്റത്തെ സങ്കട കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ. അതിനുശേഷമാണ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തുന്നത്. ഇനി സംസ്കാര ചടങ്ങുകൾ എത്ര നേരം അവിടെ പൊതുദർശനം ഉണ്ടാകും? പ്രതീഷ്, 1 മണിക്കൂറാണ് ഇവിടെ പൊതുദർശനം ഉണ്ടാവുക. റിയയുടെ നാടാണ് പാലക്കാട് മണ്ണൂർ. റിയ ഡൈറ വളരെ ദുഃഖകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ ഇവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം ജോയലിന്റെ വീട് കോയമ്പത്തൂരിലാണ്, തമിഴ്നാട്ടിലുള്ള കോയമ്പത്തൂരിലാണ്. അങ്ങോട്ടേക്ക് ഇരുവരുടെയും മൃതദേഹം കൊണ്ടുപോകും. അവിടെ വച്ചാണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. 1 മണിക്കൂർ ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കുമെന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. വളരെ ദുഃഖകരമായ കാര്യം, ഈ വാഹനം, ഈ ആംബുലൻസ് വരുന്നതിന് കുറച്ച് മുൻപാണ് ഭർത്താവ് ജോയലും മകൻ ട്രാവൽസും ഈ വീട്ടിലേക്ക് എത്തിയത്. അവർ അതിൽ ജോയലിന് പരിക്കുകളുണ്ട്, ട്രാവൽസിന് പരിക്കുകൾ പറ്റി. അവർ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇവിടേക്ക് ആണ് അവരെ ഒരുമിച്ചാണ് അവർ അതിനു മുൻപുള്ളൊരു വാഹനത്തിലാണ് അവർ എത്തിയത്. ഇതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം ഇവിടെ എത്തിയതിനു ശേഷം ആയിരുന്നു. അതിന് മുമ്പ് ചികിത്സ പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ 2ാമത്തെ ആംബുലൻസിൽ അടുത്ത മൃതദേഹവും വരുന്നുണ്ട്. വളരെ വിഷമകരമായ കാഴ്ച തന്നെയാണ് നമുക്ക് ഈ വീട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ അങ്ങേയറ്റത്തെ സങ്കട കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹം വിമാനത്താവളത്തിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ അതിവൈകാരികമായ കാഴ്ചകളാണ്. ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വണ്ണം സങ്കട കാഴ്ചകളായിരുന്നു. ഓരോ തവണയും നാട്ടിലേക്ക് എത്തുമ്പോൾ അങ്ങേയറ്റത്തെ സന്തോഷ നിമിഷങ്ങളായിരുന്നു ഇവർക്ക്. ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം, വീട്ടുകാരെയൊക്കെ സംബന്ധിച്ച് വലിയ അനുഭവങ്ങളായിരുന്നു. പക്ഷേ അതൊക്കെ ഒരു കണ്ണീരിലേക്ക് വഴിമാറുന്ന ദൃശ്യങ്ങളാണ്. ചേതനേറ്റ 2 പേരുടെ ശരീരമാണ്. ഒരു കുഞ്ഞ് 7 വയസ്സുകാരി മകളുടെയും റിയ ആൻ എന്ന
യുവതിയുടെയും 41 വയസ്സുകാരിയായ യുവതി പാലക്കാട് മണ്ണൂർ സ്വദേശിനിയാണ്. റിയയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ മൃതദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. മൂവാറ്റുപുഴ സ്വദേശി ജസ്ന 29 വയസ്സും അവരുടെ 1.5 വയസ്സുകാരിയായ മകൾ റൂഹി മെഹ്റിനും മാവേലിക്കര ചെറുകോട് സ്വദേശിനി ഗീത ഷോജി ഐസക്ക് 58 വയസ്സായിരുന്നു. ഇവരുടെയൊക്കെ തന്നെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് എത്തിയപ്പോഴും അതീവ സങ്കടക്കടലായിരുന്നു, ദുഃഖാർജ നിമിഷങ്ങളായിരുന്നു എയർപോർട്ടിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ നാട്ടിലേക്ക് എത്തിക്കുമ്പോൾ, വീട്ടിലേക്ക് എത്തുമ്പോൾ അങ്ങേയറ്റത്തെ വേദനയാണ്. ഓരോ വർഷവും അവധിക്കാലത്ത് നാട്ടിൽ എത്തുമ്പോൾ അങ്ങേയറ്റം ബന്ധുക്കളോടൊക്കെ തന്നെ ചെലവഴിച്ച നിമിഷം ആ ബന്ധുക്കളൊക്കെ അതൊക്കെ ഓർത്തെടുക്കുകയാണ്. വിങ്ങിപ്പൊട്ടുന്ന നിമിഷങ്ങളാണ് ഓരോ കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ റിയയുടെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കുമ്പോഴും സമാനമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾക്ക് കാണുന്നത്. തേങ്ങലാണ് എവിടെയും ദുഃഖം തളം കെട്ടി നിൽക്കുന്ന നിമിഷം. 1 മണിക്കൂറാണ് ഇപ്പോൾ പൊതുദർശനത്തിന് സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും മൃതദേഹം സംസ്കരിക്കുക. സംസ്കാര ചടങ്ങിനുള്ള എല്ലാ ക്രമീകരണങ്ങളും മതപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ പൂർത്തിയായ ശേഷമായിരിക്കാം ആ മൃതദേഹം സംസ്കാരത്തിനായി എടുക്കുക. നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ പൊതുപ്രവർത്തകരൊക്കെ തന്നെ പോലീസും പൊതുപ്രവർത്തകരും ഒക്കെ തന്നെ മൃതദേഹം ഏറ്റുവാങ്ങാനായി ഉണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് നിന്നുള്ള ഏറ്റവും സങ്കട കാഴ്ചകൾ. 7 വയസ്സുകാരിയായ മകൾ ടൈറ റോഡ്രിഗസ് വലിയ മുഖം തന്നെ ചിത്രം കാണുമ്പോൾ തന്നെ ആ കുഞ്ഞു മകളാണ് അപകടത്തിൽ കൊല്ലപ്പെടുന്നത്. അപ്പം 41 വയസ്സുകാരിയായ അമ്മ, ഒപ്പം അച്ഛനും, ടൈറയുടെ അച്ഛനും ജ്യേഷ്ഠനും ഈ അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതര അവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അങ്ങനെ 5 മലയാളികളാണ് കെനിയയിലുണ്ടായ വാഹനാപകടത്തിൽ ഒരാഴ്ചയോളം അടുക്കാൻ പോകുന്നത്. 4-5 ദിവസം മുമ്പാണ് ഈ അപകടം സംഭവിക്കുന്നത്. അപകടത്തിന് ശേഷം ഇത്രയും ദിവസം കഴിഞ്ഞെല്ലാം നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ശേഷമാണ് ഇപ്പോൾ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചത്. പുലർച്ചെ നാട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷമാണ് മൃതദേഹം ഇപ്പോൾ ജന്മനാടായ പാലക്കാട് ഗ്രാമത്തിലേക്ക് എത്തിക്കുന്നത് എന്നതാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് അടങ്ങും. കെനിയൽ ബസ് അപകടത്തിൽ മരിച്ച പാലക്കാട് മണ്ണൂർ കാഞ്ഞിരമ്പാറ ഋഷിവില്ലയിൽ റിയ ആനും മകൾ ടൈറ എന്നിവരുടെ മൃതദേഹമാണിപ്പോൾ സംസ്കാര ചടങ്ങിനായി എത്തിച്ചിരിക്കുന്നത്. അതിനുള്ള നടപടികളാണ് ഇനി പുരോഗമിക്കേണ്ടത്.